ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ, അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. ഒരു ഗ്രാമത്തിൽ രാമു എന്ന പേരുള്ള പെയിൻറ്റർ ഉണ്ടായിരുന്നു. തനിക്ക് ലഭിച്ചിരുന്ന ചെറിയ ജോലികളിൽ നിന്നും തൻ്റെ കുടുംബം കഷ്ടിച്ച് പട്ടിണി കൂടാതെ മുന്നോട്ട് പോയിരുന്നു. ഒരിക്കൽ ഗ്രാമത്തലവൻ തൻ്റെ വള്ളം പെയിൻറ്റ് ചെയ്യുന്നതിനായി രാമുവിനെ വിളിച്ചു. രാമു ജോലി ചെയ്യാം എന്ന് സമ്മതിച്ചു. പ്രതിഫലമായി 2000 രൂപ പറഞ്ഞൊത്തു. രാമു ആവശ്യമായ പെയിൻറ്റും മറ്റും വാങ്ങി നദീതീരത്ത് വെച്ചിരുന്ന വള്ളം പെയിൻറ്റ് ചെയ്യുവാൻ തുടങ്ങി. അപ്പോഴാണ് അതിൻ്റെ അടിയിലുള്ള ഒരു ദ്വാരം കണ്ടെത്തിയത്. അവൻ വേഗം ആ ദ്വാരം അടയ്ക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങി ഭംഗിയായി അത് അടച്ച് പെയിൻറ്റിങ് പൂർത്തിയാക്കി. പണി തീർന്ന വിവരം ഗ്രാമത്തലവനെ അറിയിച്ചിട്ട് ഭവനത്തിലേക്ക് പോയി. അതിനിടയിൽ ആ വള്ളം തുഴയുന്ന പാച്ചു അവിടെ എത്തി. യജമാനത്തിയും മക്കളും അതിൽ യാത്ര പോയിരിക്കുകയാണ് എന്നറിഞ്ഞ പാച്ചുവിൻ്റെ മുഖഭാവം മാറി. ആകെ വിവർണനായി. ഗ്രാമത്തലവൻ ചോദിച്ചു, എന്തുപറ്റി? പാച്ചു പറഞ്ഞു, യജമാനനെ, ആ വള്ളത്തിനൊരു ഓട്ടയുണ്ടായിരുന്നു. ഇത് കേട്ട ഗ്രാമത്തലവൻ പരിഭ്രമിച്ചു പോയി. എന്നാൽ അല്പസമയത്തിനുള്ളിൽ ഭാര്യയും മക്കളും കൂടെ തിരിച്ചെത്തി. അവർ ഇരുവരും ആശ്ചര്യപ്പെട്ടു. വള്ളം പരിശോധിച്ച് അവർക്ക് കാര്യം മനസ്സിലായി. അടുത്ത ദിവസം ഗ്രാമത്തലവൻ 10,000 രൂപ രാമുവിന് പ്രതിഫലം നൽകി. അത് വ്യവസ്ഥ ചെയ്തതിൽ വളരെ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കി രാമു തിരികെ കൊടുക്കുവാൻ ശ്രമിച്ചു. തൻ്റെ കുടുംബത്തിൻ്റെ ജീവൻ രക്ഷിച്ചതിനും രാമുവിൻ്റെ സത്യസന്ധതയ്ക്കുമുള്ള പ്രതിഫലമാണതെന്ന് ഗ്രാമത്തലവൻ പറഞ്ഞു. സത്യസന്ധതയും വിശ്വസ്തതയും സ്വന്തം ജീവിതത്തെ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവനെയും രക്ഷിപ്പാൻ മതിയായതാണ്. എല്ലാറ്റിനും പ്രതിഫലം ചോദിച്ചു വാങ്ങുന്ന അനേകരുണ്ട്. എന്നാൽ പ്രതിഫലേച്ഛ കൂടാതെ സേവനം നിർവഹിക്കാൻ കഴിയുന്നത് മഹത്തരമാണ്. പ്രതിഫലത്തിന് വേണ്ടി നന്മ ചെയ്യുമ്പോഴും പ്രതിഫലം നോക്കാതെ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നന്മ ചെയ്യുമ്പോഴും ചെയ്യുന്ന പ്രവൃത്തി ഒന്നു തന്നെയാണ്. എന്നാൽ അവ രണ്ടിൻ്റെയും സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. ആ സ്വഭാവം അവ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ സ്വഭാവ മഹത്വത്തെയും ആശ്രയിച്ചിരിക്കുന്നു. പ്രതിഫലം ഇച്ഛിക്കുന്നവർ സ്വന്തം കാര്യം മാത്രമാണ് കരുതുന്നത്. പ്രതിഫലേച്ഛ കൂടാതെ നന്മ ചെയ്യുന്നവർ മറ്റുള്ളവരുടെയും നന്മ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ മനസ്സും ഹൃദയവും സംശുദ്ധവും ശ്രേഷ്ഠഭാവങ്ങളാൽ ധന്യവുമാണ്. എന്നാൽ പ്രതിഫലം അന്വേഷിക്കുന്നവർ നികൃഷ്ടരായി ഭവിക്കും. ആ നികൃഷ്ടത അവർക്ക് തന്നെ വിനാശകരമായിരിക്കും. സ്വയം പ്രതിഫലം അന്വേഷിക്കാത്തവർ ദൈവികമായ നന്മയാൽ അനുഗ്രഹീതരാകും. രാമുവിന് 2000 രൂപ ലഭിക്കുന്നതിന് പകരം 10,000 രൂപ ലഭിച്ചതുപോലെ അനുഗ്രഹവർഷം അവരുടെ മേൽ ഉണ്ടാകും. പ്രതിഫലമല്ല നമ്മെ ധന്യരാക്കുന്നത്, നിസ്വാർത്ഥ സ്നേഹവും വിശ്വസ്തതയുമാണ് അതിനുള്ള കാരണം. നമ്മുടെ കഴിവുകളും ഇച്ഛകളും അല്ല ജീവിതത്തെ വിജയകരമാക്കുന്നത്. വിജയം സത്യസന്ധതയുടെയും നിർവ്യാജ സ്നേഹത്തിൻ്റെയും ഫലമാണ്. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ ആഹ്ലാദിക്കുവാൻ കഴിയുന്ന മനസ്സുള്ളവരായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായ നന്ദിയോടെ സ്തോത്രം. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ, മറ്റുള്ളവരോട് എല്ലായ്പ്പോഴും വിശ്വസ്തയോടുകൂടി ആയിരിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.